ഹായ്, ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് സ്പൂൺ പഴംപൊരി. നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു പലഹാരമാണ് സ്പൂൺ പഴംപൊരി. അതുണ്ടാക്കാനായി ഞാൻ 2 പഴം എടുത്തിട്ടുണ്ട്. അത് കൈകൊണ്ട് നന്നായി ഉടച്ചു ചെറിയ നമുക്കിങ്ങനെ കഴിക്കുമ്പോൾ കുറച്ച് കടിക്കാൻ പറ്റുന്ന രീതിയിൽ ഞാൻ കുറച്ചൊന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 2-3 സ്പൂൺ പഞ്ചസാര ചേർത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് കുറച്ച് പാല് ചേർക്കുകയാണ്. പാല് ചേർത്തതിന് ശേഷം കുറച്ച് തേങ്ങ ചേർക്കുന്നുണ്ട്. തേങ്ങ ഇഷ്ടമുള്ളവർക്ക് തേങ്ങ ഇടാം, പക്ഷെ തേങ്ങ ഇടുമ്പോൾ കുറച്ച് ടേസ്റ്റ് കൂടും. അപ്പോൾ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് തേങ്ങ ചേർക്കുക. എന്നിട്ട് അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്ത് എടുക്കാം. അതിലേക്ക് 2 സ്പൂണ് കോൺഫ്ലോർ ചേർത്ത് കൊടുക്കാം. എന്നിട്ടും അതും നന്നായി തന്നെ മിക്സ് ചെയ്തെടുക്കാം. കുറച്ച് ഈ പൊടി ഇടുമ്പോഴത്തേക്ക് കുറച്ചൊന്ന് ആ ഒരു മിക്സ് ഒന്ന് ടൈറ്റ് ആവും. ആ രീതിയിൽ നമുക്ക് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ ഒരു പാൻ ഞാൻ വച്ചിട്ടുണ്ട്. അതിലേക്ക് എണ്ണ ഒഴിച്ചു. എണ്ണ ചൂടാകുമ്പോൾ തന്നെ ഇപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട്. അപ്പോഴത്തേക്ക് ഞാൻ അതിലോട്ട് ഒരു സ്പൂൺ ഉപയോഗിച്ചത്, ഇങ്ങനെ ഉരുണ്ട സ്പൂൺ എടുത്താൽ കുറച്ചുകൂടെ നമ്മൾ ഷേപ്പിന്, നമ്മൾ ഒരു അളവിന് തന്നെ നമുക്ക് പലഹാരം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ഒരു ഉരുണ്ട ഷേപ്പിലുള്ള ഒരു സ്പൂണാണ് എടുത്തിട്ടുള്ളത്. അതിൽ ഓരോ സ്പൂണായിട്ട് നമുക്ക് എണ്ണയിലോട്ട് ഈസ് കോരി ഒഴിക്കാം. എത്ര നല്ല എളുപ്പത്തിൽ തന്നെ ഇതുണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്നാക്സാണ്. ഈ ചായ ഉണ്ടാക്കുമ്പോൾ തന്നെ, ചായ ഉണ്ടാക്കി കഴിയുമ്പോൾ തന്നെ ഈ സ്നാക്സ് ഒരു ഭാഗത്ത് റെഡിയായി കിട്ടും. അത്ര എളുപ്പമാണ്. നമുക്കൊരു ഭാഗം വെന്തതിന് ശേഷം ഒന്ന് തിരിച്ചിടാം. നമ്മൾ ഈ ഒഴിക്കുന്ന മിക്സിനേക്കാളും ഒന്ന് ആ വലുപ്പത്തേക്കാളും കുറച്ച് വലുതായി കിട്ടും, ഒന്ന് വലുതായി വരും ഈ പലഹാരം എണ്ണയിൽ കിടക്കുമ്പോൾ. അപ്പോൾ ഒരു ഭാഗം വെന്തു, അടുത്ത ഭാഗം വേവാനായി ഞാൻ തിരിച്ചിട്ടു. അപ്പം 2 ഭാഗവും നല്ല ഗോൾഡൻ കളറായി നല്ല വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കത് കോരിയെടുക്കാം. ഇത്രയും പലഹാരം കിട്ടിയിട്ടുണ്ട്. കാരണം നല്ല സോഫ്റ്റായിട്ട് തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റും നല്ല സോഫ്റ്റായിട്ടുള്ള പലഹാരം റെഡിയായി.